ഓം ഹരി ഓം. അസ്മദ്ഗുരുഭ്യോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഏവർക്കും ഭഗവത് സ്മരണയോടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുന്ന സർവശക്തനായ ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തെയും പൂർവസൂരികളായ മൺമറഞ്ഞുപോയ മഹർഷിമാരുടെ തപോബലത്താൽ നമുക്ക് സിദ്ധിച്ച തന്ത്ര ജ്യോതിഷ ശാസ്ത്രങ്ങളെയും പരമ്പരയിലെ ഗുരുനാഥന്മാരെയും ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലിരുന്ന് ഭഗവാനെ ഉപാസിക്കുന്നത് എത്ര മഹത്വമായ കാര്യമാണ്, സത്യമല്ലേ? അതേപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളെ ശാസ്ത്രീയമായി ഗ്രഹിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പ്രവൃത്തിയും. നമ്മുടെ ഈ മാധ്യമത്തിലൂടെ എപ്പോഴും പറയുന്നത് പോലെ കേവലമായ ഊഹങ്ങൾ മാത്രമല്ല ഇത്. താളിയോലകളിലും പഞ്ചാംഗ ഗ്രന്ഥങ്ങളിലും കുറിച്ചിട്ടിട്ടുള്ള പൂർണ്ണമായ സത്യങ്ങൾ മാത്രമാണ് എന്നും നമ്മൾ ഓരോ അധ്യായത്തിലൂടെയും വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ ദിവസം 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്, ബുധനാഴ്ച. ആത്മീയമായിട്ടും തന്ത്രശാസ്ത്രപരമായി നോക്കുമ്പോഴും നാളത്തെ ദിവസത്തിന് കനപ്പെട്ട ഒരു പ്രാധാന്യം തന്നെ ഉണ്ട്. അതായത് നാളെ കൃഷ്ണപക്ഷ അമാവാസ്യയാണ്. കർക്കിടകവാവിനോളം തന്നെ പ്രാധാന്യമുള്ള കറുത്തവാവ്. ശ്രദ്ധിക്കുക, നമ്മുടെ ജന്മത്തിന് കാരണക്കാരായ അല്ലെങ്കിൽ ഇന്ന് ദേവലോകത്ത് പിതൃരൂപേണ വിളങ്ങുന്ന മൺമറഞ്ഞുപോയ നമ്മുടെ പൂർവികനെ തൃപ്തിപ്പെടുത്തേണ്ട ഏറ്റവും പുണ്യ ദിവസമാണ് വന്നു ചേരാൻ പോകുന്നത് നാളെ. തന്ത്രശാസ്ത്രപ്രകാരം ക്ഷേത്രങ്ങളിൽ എത്ര വലിയ വഴിപാടുകൾ നമ്മൾ നടത്തിയാലും നമ്മുടെ കുലത്തിൻ്റെ പിതൃക്കൾക്ക് തർപ്പണം നൽകി അവരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ആ പൂജകൾക്കൊന്നും പൂർണ്ണ ഫലം പോലും ലഭിക്കുകയില്ല. ജാതകത്തിലെ പിതൃദോഷം മാറാനും വംശവർദ്ധനവിനും കുടുംബത്തിലെ വിട്ടുമാറാത്തതായി നിൽക്കുന്ന കലഹങ്ങൾക്കും രോഗാദി ദുരിതങ്ങൾക്കും ശമനമുണ്ടാകുവാനും നാളത്തെ അമാവാസി വ്രതവും ബലിതർപ്പണവും വളരെയധികം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും ആണ്. നാളെ നമ്മൾ ഹൃദയമുരുകി പ്രാർത്ഥിക്കേണ്ടത് ഭക്തവത്സലനായ ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ്. നാളത്തെ ഈ ഒരു മഹാപുണ്യദിനത്തിൽ 12 രാശികളിലും അതിലുൾപ്പെടുന്ന 27 നക്ഷത്രങ്ങളിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ കടാക്ഷം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന കാര്യം ശാസ്ത്രവിധി പ്രകാരം നമുക്ക് പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കുക. ഒരു ദിവസത്തിൻ്റെ ചര്യകൾ നിശ്ചയിക്കുന്നത് പഞ്ചാംഗ ശുദ്ധിയോടെയാണ്. അപ്പോൾ നാളത്തെ ഗണന പ്രകാരം കൃഷ്ണപക്ഷ അമാവാസ്യയാണ്. രാത്രി 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ് വരെ അമാവാസ്യ തിഥി നിലനിൽക്കുകയും ചെയ്യും. പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും സിദ്ധിയുള്ള സമയമാണ്. ഇനി നാളെ പുലർച്ചെ 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് വരെ പൂയം നക്ഷത്രമാണ്. അതിനുശേഷം ദിവസം മുഴുവൻ ആയില്യം നക്ഷത്രമായിരിക്കും. അപ്പോൾ ബുധൻ്റെ ദിനത്തിൽ ബുധൻ്റെ തന്നെ നക്ഷത്രമായ ആയില്യം വരുന്നത് തന്ത്രപരമായി വലിയൊരു ഊർജ വ്യതിയാനത്തെ തന്നെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ആയില്യം നക്ഷത്രം അറിയാമല്ലോ, സർപ്പദൈവങ്ങളുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രമാണ്. എന്നാൽ കർത്തവാവിൻ്റെ സ്വാധീനം കൂടി ഇതിൽ വരുന്നത് കൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു ചെറിയ തോതിൽ തമോ ഗുണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനുഷ്യരുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിയേക്കാം. അനാവശ്യ ദേഷ്യം വരിക, അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ വന്ന് മനസ്സിനെ മൂടുക, മൺമറഞ്ഞു പോയ ആളുകളുടെ ഓർമ്മകൾ വരിക, അതുവഴി ചില വിഷമങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് ചില പ്രയാസങ്ങൾ, അതായത് ചില വിഷമങ്ങൾ വരിക, അല്ലെങ്കിൽ ഓവറായിട്ട് ഇമോഷൻസ് ഒക്കെ വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ നാളത്തെ ദിവസം പൂർണ്ണമായി എന്താണ് വേണ്ടത്? ഭഗവത് ചിന്തയിലായിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പകൽ 12 മണി കഴിഞ്ഞ് 26 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് ഒരു 2 മണി 5 മിനിറ്റ് വരെയാണ് രാഹുകാലം പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അറിയാമല്ലോ, ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതായ ഒരു മുഹൂർത്തമാണ്. ശുഭകർമ്മങ്ങൾക്ക് ഈ മുഹൂർത്തം കുറിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നാളത്തെ ഈ പുണ്യ ദിവസത്തിൽ പിതൃക്കളുടെ ആശീർവാദത്താലും ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്താലും വലിയ യോഗങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള, അല്ലെങ്കിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കുമ്പോൾ എല്ലാ രാശിക്കാർക്കും നാളെ മുതൽ ഭാഗ്യം തുടങ്ങുകയാണ്. അതായത് പിതൃക്കളുടെ മറ്റൊരു സമയം കൂടി, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ആരംഭിക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഒരു വർഷം അവരുടെ ഒരു ദിവസമാണ്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പുതിയ തുടക്കം വരുന്നു. അതിന് അവരിൽ നിന്ന് ആശീർവാദം എന്നോണം എല്ലാവരും മൺമറഞ്ഞു പോയ പിതൃക്കൾക്കായിട്ട് കർമ്മങ്ങൾ ഹൃദയം തുറന്ന്, അല്ലെങ്കിൽ എനിക്ക് ചെയ്തേ മതിയാകൂ അതുകൊണ്ട് ഞാൻ പോയി ചെയ്യുന്നു എന്ന ഭാവത്തിലല്ല,
ഹൃദയം തുറന്ന് അവരോടുള്ള സ്നേഹം, അവരോടുള്ള ആദരവ് കാണിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ കൃത്യമായി പോയി ചെയ്യുക. നിങ്ങളുടെ പിതൃക്കൾ, മൺമറഞ്ഞു പോയ പൂർവികർ നിങ്ങളിൽ സംപ്രീതരായാൽ ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലവിധ ദുരിതങ്ങളും അവർ തന്നെ എടുത്തു മാറ്റിക്കൊള്ളും. ദൈവത്തിന് മുകളിലാണ് പിതൃക്കളെന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം നടത്തി തരുന്നില്ല എന്ന് പരാതി പറഞ്ഞ് പിതൃക്കൾക്ക് കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ എന്താണ് ഫലം ഉണ്ടാവുകയെന്ന്? ദൈവത്തിന് കർമ്മങ്ങൾ ചെയ്യുന്നു, പിതൃക്കളെ പോയി കാണുന്നതുമില്ല, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതുമില്ല. അവർ മരിച്ചുപോയില്ലേ എന്ന് പറയുന്നവർ വരെ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഈ വിഷമങ്ങളൊക്കെയും നിങ്ങളിപ്പോൾ കമൻ്റായിട്ടും അല്ലെങ്കിൽ നമ്മളോട് വാട്സാപ്പിലൊക്കെ പറയുന്നതായ സകലവിധ വിഷമങ്ങളും മാറുന്നതിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ദിവസമാണ് നാളെ വന്നു ചേരുന്നത്. അതിനാൽ ഒരു ഊഴിയം പോക്കലായിട്ടല്ല, കടമ നിർവഹിക്കുന്നതായിട്ട് ഭക്തിയോടുകൂടി നിറഞ്ഞ വിശ്വാസത്തോടു, ഈ വാക്ക് കേൾക്കുക, നിറഞ്ഞ വിശ്വാസത്തോടു കൂടി പോയി നിങ്ങളുടെ കർമ്മം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലവിധ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ, ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നതായ വിഷമങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, സകലവിധ പ്രയാസങ്ങളും മൺമറഞ്ഞു പോയ നിങ്ങളുടെ പിതൃക്കൾ തന്നെ മാറ്റിത്തരും, നിങ്ങൾക്ക് വഴി തുറന്നു തരും. അപ്പോൾ നാളെ നമുക്ക് അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിയുടെ കാര്യം നോക്കുമ്പോൾ നാളത്തെ കർമ്മരംഗം ഉത്തരവാദിത്വങ്ങളൊക്കെ ചിലത് വന്നു ചേരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. എത്ര ഉത്തരവാദിത്വം ഉള്ള ദിവസമാണെന്ന് പറഞ്ഞാലും നാളത്തെ കർമ്മം മുടക്കാതിരിക്കുക. നാളെ കൃത്യമായി കർമ്മം ചെയ്യാൻ പിതൃക്കൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചേ മതിയാകും. പണം കൈകാര്യം ചെയ്യുമ്പോൾ കബളിപ്പീര് വന്നു ചേരാതിരിക്കാനായിട്ട് നാളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ നാളെ കഴിവതും പണം കടം കൊടുക്കാതിരിക്കാൻ ഉത്തമമാണ്. അങ്ങനെ വേണം പറഞ്ഞിരിക്കുന്നത്. എനിക്കിവിടെ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ചില അടുത്ത ബന്ധുക്കൾക്ക് പണം കടം കൊടുക്കാതിരുന്നാൽ അതൊരു പ്രയാസമാണ്. എങ്കിൽ പോലും ചോദിക്കുന്ന അത്ര കടം കൊടുക്കാതിരിക്കുക. അതായത് 10 രൂപ ഒരാൾ ചോദിച്ചാൽ ഒരു 5 രൂപ കൊടുക്കുക. കാരണം എന്തെന്നാൽ ആ പണം തന്നെ ചിലപ്പോൾ നമുക്ക് നാളെ വില്ലനായി വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആണ് പറയുന്നത് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന്. അപ്പോൾ മേടം രാശിക്ക് നാളെ 9-നും 10:30-നും ഇടയിൽ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഉത്തമമായ സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശി. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു ചേരുന്ന ദിവസമാണ്. വിട്ടുമാറാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നൊരു വലിയ മോചനം നാളത്തെ ദിവസം ഉണ്ടാകാനും കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയ സന്തോഷം തിരികെ വന്നു ചേരാനൊക്കെയുള്ള സാധ്യത നാളെ കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം പൊതുവെ ശുഭകരമായിട്ടാണ് കാണുന്നത്. നാളെ ഉച്ചയ്ക്ക് ഒരു 2:30 മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് നിങ്ങൾക്ക് നാളെ വാഗ്ദോഷം വരാതിരിക്കാനായിട്ടൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. അതായത് അമാവാസ്യ തിഥിയുടെ ഒരു സ്വാധീനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനാൽ തന്നെ തർക്കങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മനഃശുദ്ധിയോട് പറയുന്നതായിരിക്കും. പക്ഷേ നമ്മൾ പറയുമ്പോൾ ആ വാക്കുകൾ വേറെ രീതിയിൽ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ വായിൽ നിന്ന് മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ദേഷ്യം കലർന്ന രീതിയിൽ കാര്യങ്ങൾ എത്താനൊരു സാധ്യതയുള്ള ദിവസമായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ശാന്തത, നാളത്തെ ദിവസം ശാന്തതയെ കൂട്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. പുണർദം, പൂയം, ആയില്യം, കർക്കിടകം രാശിക്ക് നാളെ നിങ്ങളുടെ ദിവസത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ്. അതായത് നാളത്തെ നിങ്ങളുടെ നക്ഷത്രത്തിലാണ് നാളത്തെ ഈ പുണ്യതിഥി വരുന്നത്. അതുകൊണ്ട് തന്നെ വിചാരിക്കാത്ത സമ്പത്ത് കൈകളിൽ വന്നു ചേരേണ്ടതാണ്, ലാഭം ഉണ്ടാകേണ്ടതാണ്, കർമ്മവുമായി ബന്ധപ്പെട്ട പുരോഗതിയൊക്കെ നിങ്ങളെ തേടിയെത്തേണ്ട ദിവസമാണ്. നാളെ വിഷമങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത ശുഭകരമായ ഒരു ദിവസം തന്നെയായിരിക്കും. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ധനലാഭം നാളെ പ്രതീക്ഷിക്കാം. പുതിയ ഓർഡറുകളൊക്കെ വരാനുള്ള സാധ്യത, ചെറുകിട ബിസിനസ് ആണെങ്കിലും വൻകിട ബിസിനസ് ആയാലും മനസ്സിന് സന്തോഷമുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നത്തെ ദിവസം ഇത്രയും ഓർഡർ ഞാൻ പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം നല്ല രീതിയിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന ദിവസം, നിങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഓർഡറുകൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിനം തന്നെയായിരിക്കും. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല. ഉത്രം, അത്തം, ചിത്തിര, കന്നിരാശിക്കാർക്ക് നാളെ ജോലി ഒരുപാട് നാളായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ അതിനനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായിട്ട് നല്ലൊരു കെട്ടുറപ്പ് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം അതൊക്കെ പറഞ്ഞ് തീർപ്പാക്കി വീണ്ടും ഇനി വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല, ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് കൊടുത്ത് ധൈര്യമായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷമായി മുന്നോട്ട് വീണ്ടും ഒരു തുടക്കമായി മാറ്റാനായിട്ട് സാധിക്കുന്ന ദിവസം.
ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്ക് നാളെ അല്പം യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക, ആൾത്തിരക്കിലൊക്കെ പോകേണ്ടതാണ് നാളെ. അപ്പോൾ പോകുമ്പോൾ പ്രധാനപ്പെട്ട രേഖകൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അനാവശ്യ ചിലവുകൾ വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്രധാന രേഖകൾ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ലൈസൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾത്തിരക്കിനകത്തോട്ട് ഇറങ്ങുമ്പോൾ അറിയാതെ മിസ്സായി പോകാതിരിക്കാനൊക്കെ ഒന്ന് അല്പം കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു ദിവസമാണ് നാളെ. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിക്കാണെങ്കിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം നാളെ തുണയായി കൂടെ ഉണ്ടാകും. തടസ്സപ്പെട്ടു കിടന്നിരുന്നതായ ഒരു കാര്യം തടസ്സം മാറി വേഗം സുഗമമായി നടക്കുന്ന ഒരു ദിവസമാണ്. മാതാപിതാക്കളുടെ അതായത് പൂർവികരുടെ അനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന സമയമാണ്. അതേപോലെ തന്നെ നാളെ പ്രധാന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പോകുമ്പോൾ മാതാപിതാക്കളുടെ കാലിൽ തൊട്ട് വന്ദിക്കുക. വളരെയേറെ അനുകൂലമായ ഒരു ദിവസം തന്നെ. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശി. നിങ്ങളെപ്പറ്റി പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക എന്നൊരു മുന്നറിയിപ്പാണ് തരാനുള്ളത്. അതായത് മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ വലിയൊരു തുക പണമായിട്ട് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കൈ കിടക്കുന്ന വള 2 ദിവസത്തേക്കൊന്ന് പണയം വെക്കാൻ ആരെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ അടുത്ത സുഹൃത്തല്ലേ എന്ന് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവരും നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ തിരിച്ചു തരണമെന്നൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ ഈ ഒരു പ്രശ്നം നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതിനാൽ തന്നെ അവർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ധനം തിരികെ തരാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നാളത്തെ ഒരു രാശി വെച്ച് നോക്കുമ്പോൾ പണം കടം കൊടുക്കുന്നത് വഴി മേലിൽ എന്നുദ്ദേശിക്കുന്ന ഭാവിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വിനയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളത്തെ ദിവസത്തിൽ നിന്നൊന്ന് മാറ്റിവെക്കുന്നത് ഉത്തമമായിരിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിക്ക് കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തിൽ. അതൊക്കെ മാറി ഒരു സമാധാനം, ആ ഒരു കറുത്ത നിഴൽ മാറുന്നു എന്ന് തന്നെ പറയാം. സമാധാനം ഉണ്ടാകുന്നതാണ്. പുതിയൊരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹം ഒരുപാട് നാളായിട്ടുണ്ട്, അങ്ങോട്ട് നടക്കുന്നില്ല. ഓണത്തിനാവട്ടെ, ഓണം ഇനി ആയി, ഇനി എപ്പോഴാണ് ഓണത്തിനാവട്ടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഭാഗ്യത്തിനായിട്ട് നാളെ പിതൃക്കളോട് മനസ്സ് തുറന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അവർ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തടസ്സങ്ങളൊക്കെ മാറ്റി തരേണ്ടതാണ്. അനുകൂലമായൊരു വഴി നാളെ മുതൽ തുറക്കുമെന്നാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ വന്നു ചേരേണ്ട ഒരു സമയമാണ് നാളെ തുടങ്ങുന്നത്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളൊക്കെ മാറി നാളത്തെ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ദൈവാധീനമുള്ള ദിവസമായതിനാൽ ഏതൊരു കാര്യം ചെയ്താലും അത് ഫലവത്തായിട്ട് മാറും. ഒരു ചെറിയ തൈ കൊണ്ട് നട്ടാലും അതിൽ നിന്ന് കായ്ഫലം ഉണ്ടാകും. കാരണം അത്രയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. അവിട്ടം, ചതയം, പൂരുരുട്ട് അത് കുംഭം രാശിക്കാണെങ്കിൽ നാളെ കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കുന്നതായ ഒരു ദിവസമായിരിക്കും. ശത്രുക്കൾ നിമിത്തം ചില ശല്യമുണ്ട്. അത് അവർ നമ്മളെ വേദനിപ്പിക്കാൻ വരുന്നുവെന്നല്ല, വാക്കുകൾ കൊണ്ട് വരെ നമ്മൾക്ക് എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് മാറുന്ന. തൊഴിൽ രംഗത്താണെങ്കിലും വലിയൊരു പ്രശംസ നാളത്തെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാർക്കാണെങ്കിലും ഭാഗ്യദേവത കനിയുന്ന ഒരു സുദിനമാണ് നാളെ. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭമൊക്കെ ഉണ്ടാകും. മനസ്സിന് വലിയൊരു ആത്മവിശ്വാസം വന്നു ചേരുന്ന ദിവസം കൂടിയാണ്. എന്തും ചെയ്യാം അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ എന്ന് ചിന്തിച്ചിരുന്ന ഇടത്തുനിന്ന് മുന്നോട്ട് എനിക്ക് സാധ്യമാകാത്തതായി ഒന്നുമില്ല എന്ന് തോന്നുന്നതായ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും. അപ്പോൾ മൺമറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത്, പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സോടുകൂടി ചെയ്യുക. മനസ്സോടെ ചെയ്യുന്നില്ല എന്നല്ല, പൂർണ്ണമായി മനസ്സോടുകൂടി വിഷമങ്ങളൊക്കെ അങ്ങോട്ട് പറയുക പിതൃക്കളോട്. ഭഗവാൻ വിഷ്ണുവിനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവിധ പ്രയാസങ്ങളും മാറും. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒന്നും കയ്യിലില്ലാത്തൊരവസ്ഥയാണ് നിലവിലിപ്പോൾ. മനസ്സമാധാനവും ഇല്ലെന്ന് വെച്ചാൽ പിന്നെ എന്താണ്? അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നിങ്ങളുടെ അനുകൂലമായി വരുന്ന നാളെ അനുകൂല ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യദേവത കടാക്ഷമായിട്ടുണ്ടാകും. ഒരു ലോട്ടറി വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്, നിർബന്ധമായിട്ട് പറയുകയല്ല. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോട്ടറിയുടെ പ്രധാനമായിട്ട് നമുക്ക് പറയാറുണ്ട്, ലോട്ടറി അല്ലെങ്കിൽ സമ്മാനങ്ങൾ, നറുക്കെടുപ്പുകൾ, പ്രതീക്ഷിക്കാതെ കയ്യിലേക്ക് ചില സമ്മാനങ്ങൾ, ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നത്, അതിനൊക്കെ അപ്രതീക്ഷിതം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കാണുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാളത്തെ അമാവാസി തിഥിയുടെ ദോഷങ്ങളൊക്കെ അകറ്റി പുണ്യം നേടാനായിട്ട് ശ്രദ്ധയോടെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്. അതായത് നാളെ തീർച്ചയായും പിതൃക്കൾക്ക് പോയി തർപ്പണം ചെയ്യുക. കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്, കേൾക്കുന്നതൊക്കെ നമ്മുടെ അതായത് മരിച്ചുപോയ മൺമറഞ്ഞുപോയ പൂർവികർക്കൊക്കെ വളരെയധികം പുണ്യമായ ആത്മാവിന് ശാന്തി നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം മുഴുവനായിട്ട് ആയില്യ നക്ഷത്രത്തിൻ്റെ അധീനതയിലായതിനാൽ തന്നെ നാഗരുകാവിലോ അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോയിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവപ്രീതിക്ക്. നാഗരുകാവ്
കാവുകളിലൊക്കെ പോയി നാളത്തെ ദിവസം അതിലെ നക്ഷത്രക്കാർ പ്രാർത്ഥിച്ച് പ്രയാസങ്ങളൊക്കെ പറയുന്നത് വളരെയധികം ഭാഗ്യമായിട്ട് രാഹുദോഷങ്ങളൊക്കെ അകറ്റാൻ ഉത്തമമാണ്. അത് അതിലെ നക്ഷത്രക്കാർ മാത്രമെന്നല്ല, നാഗദൈവ പ്രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ അറിയാതെ ചെയ്ത ദോഷങ്ങൾ വന്നാൽ പോലും അത് കുടുംബ തലമുറയെ മൊത്തവും ബാധിക്കും. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നാളത്തെ ദിവസം അതിലെ നക്ഷത്രക്കാർ തീർച്ചയായും അടുത്തുള്ള നാഗരികാവിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ട് തന്നെയാണുള്ളത്. എല്ലാവർക്കും പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ഇരുട്ട് മാറി വെളിച്ചം വന്നു ചേരുന്നതിന് ഭഗവാന്റെ അനുഗ്രഹമാണ് ഏറ്റവും അധികം വേണ്ടത്. അതേപോലെ തന്നെ നാളത്തെ ദിവസം മൺമറഞ്ഞു പോയ പിതൃക്കളുടെ അനുഗ്രഹവും അവരുടെ ഒരു ദിവസമാണ് നമ്മുടെ ഒരു വർഷം. അപ്പോൾ അവർ ഓരോ വർഷവും വരുമ്പോൾ അവർക്കത് ഒരു ദിവസം, നമുക്കൊരു വർഷക്കാലം. അപ്പോൾ കൃത്യമായി കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വർഷക്കാലത്തിനുള്ളിൽ നമുക്ക് എന്തോരം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി വിനയത്തോടുകൂടി നാളത്തെ ദിവസത്തെ വരവേൽക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു അധ്യായം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വളരെയധികം ഭാഗ്യം വരുന്ന ഒരു ദിവസം, വീണ്ടും ഒരു വർഷക്കാലത്തെ ഭാഗ്യമാണ് നമ്മളിലേക്ക് നാളത്തെ സുദിനത്തോടു കൂടി വന്നു ചേരാൻ പോകുന്നത്. ഏവരും കൃത്യമായി കർമ്മങ്ങളൊക്കെ ചെയ്യുക, ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, സർപ്പക്കാവിൽ പോയി പ്രാർത്ഥിക്കുക. ഏവരുടെയും ജീവിതത്തിൽ നല്ല മംഗളകരമായ കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങളിലേക്ക് നല്ല അറിവുകൾ എത്തിക്കാൻ എനിക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.